ഇന്ന് മുതൽ നോമ്പ് തുടങ്ങുകയാണല്ലോ. നോമ്പ് തുടങ്ങുമ്പോൾ എല്ലാവർക്കും ഒരു സംശയമാണ്, ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി ബ്ലഡ് എടുക്കുമ്പോൾ നോമ്പ് മുറിയോ എന്നുള്ളത്. എന്താണ് അതിനെ കുറിച്ചുള്ള വിശദീകരണം? തീർച്ചയായിട്ടും നോമ്പ് തുടങ്ങിയത് മുതൽ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംശയമാണ് നമ്മുടെ ഡയഗ്നോസ്റ്റിക് ആവശ്യങ്ങൾക്കായിട്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഷുഗർ, കൊളസ്ട്രോൾ, തൈറോയിഡ് പോലെയുള്ള ആവശ്യങ്ങൾക്കുള്ള ബ്ലഡ് എടുക്കുന്നത് കൊണ്ട് നോമ്പ് മുറിയോ എന്ന് പെട്ടെന്ന് പറയുകയാണെങ്കിൽ തന്നെ അങ്ങനെ എടുക്കുന്നത് കൊണ്ട് ഒരിക്കലും നോമ്പ് മുറിയില്ല. നോമ്പ് മുറിയുന്ന സാഹചര്യങ്ങൾ എന്ന് ഇസ്ലാം വളരെ വ്യക്തമായിട്ട് പറയുന്നത് നമ്മൾ ഭക്ഷണപാനീയങ്ങൾ നമ്മുടെ വായ വഴി നമ്മൾ അകത്തേക്ക് കഴിക്കുമ്പോഴാണ് നമുക്ക് നോമ്പ് മുറിയുക എന്നുള്ളത്. അപ്പൊ ബ്ലഡ് എടുക്കുക എന്നുള്ളത് നമ്മൾ പുറത്തേക്ക് എടുക്കുന്ന ഒരു സാധനമാണ്. പിന്നെ നമ്മുടെ ഈ ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന ടെസ്റ്റുകൾക്ക് ഇപ്പൊ തൈറോയിഡ്, കൊളസ്ട്രോൾ പോലെയുള്ള ആവശ്യങ്ങൾക്ക് ചെയ്യുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് 2 ml മുതൽ 10 ml വരെ ബ്ലഡ് ആണ്. അപ്പൊ ഇങ്ങനെ എടുക്കുന്ന ബ്ലഡ് എടുക്കുന്നത് കൊണ്ട് നമുക്ക് നോമ്പ് മുറിയില്ല. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന മറ്റൊരു സംശയം എന്ന് പറയുന്നത് ഡൊണേറ്റ് ചെയ്യുക, നമ്മൾ രക്തദാനം ചെയ്യുക എന്നുള്ളതാണ്. കാരണം രക്തദാനം ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ അളവ് ബ്ലഡ് നമുക്ക് ആവശ്യം വരും. 300 to 350 ml ബ്ലഡ് ആണ് ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഡൊണേറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ ഡയഗ്നോസ്റ്റിക് ആവശ്യങ്ങൾക്കാണെങ്കിൽ പോലും ബ്ലഡ് എടുക്കുന്നത് കൊണ്ട് നോമ്പ് മുറിയില്ല. പക്ഷെ ഡൊണേറ്റ് ചെയ്യുമ്പോഴേ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കുറച്ചധികം ബ്ലഡ് എടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ BP കുറയാനും അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് പാനിക് ആവാനൊക്കെ ഉള്ള ഒരു സാഹചര്യമുണ്ട്. നമുക്ക് പെട്ടെന്ന് ടയർഡൊക്കെ ഉണ്ടാവാം. അപ്പൊ അത് കുറച്ചധികം എടുക്കുന്നു. അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് ജ്യൂസ് കുടിക്കേണ്ടി വരും, അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിക്കേണ്ടി വരും. ഷുഗർ ഒക്കെ ഡൗൺ ആവുന്ന ഒരു സാഹചര്യമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യുക, ഡൊണേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ടെസ്റ്റുകൾ മറ്റുള്ള ആവശ്യങ്ങൾക്കായിട്ടുള്ള ബ്ലഡ് കൊടുക്കാം. സപ്പോസ് നമുക്ക് ഡൊണേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരികയാണെങ്കിൽ തന്നെ അത് രാത്രിയിലോ നോമ്പ് കഴിഞ്ഞതിന് ശേഷമൊക്കെ എടുക്കുന്ന പോലെ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് ഇതുമായിട്ടുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായം. അത് തന്നെ.